ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലത്തെ സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് പുതിയ സിലബസ് ആണ് ഈ വർഷം മുതൽ, അതുകൊണ്ട് തന്നെ ആ ഒരു സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇത്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ നിന്നൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് 15 മിനിറ്റ് ഈസ് കൂൾ ഓഫ് ടൈം. ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈമാണ്. ഡ്യൂറിങ് ദിസ് ടൈം റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ച് നോക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. റൈറ്റ് ആൻസർ ഓഫ് എനി 6 ആക്ടിവിറ്റീസ് ഔട്ട് ഓഫ് 8 ആക്ടിവിറ്റി. അപ്പോൾ ഈ ഒരു പേപ്പറിൽ ഒട്ടാകെ 8 ആക്ടിവിറ്റീസാണുള്ളത്. അതിലേതെങ്കിലും അറിയുന്ന 6 ആക്ടിവിറ്റീസ് നിങ്ങൾ എഴുതിയാൽ മതി. ഇനി നമുക്ക് നേരെ ആദ്യത്തെ ആക്ടിവിറ്റിയിലോട്ട് പോകാം. ദ ഡിസ്റ്റൻസ് ടു ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ഈസ് അബൌട്ട് 6371 കിലോമീറ്റർ. അതായത് നമ്മളുടെ എർത്തിൻ്റെ സെൻറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6371 കിലോമീറ്ററാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ഹ്യൂമൻ ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ എർത്ത് ഇൻറ്റീരിയർ ഡയറക്റ്റ്ലി. അതായത് ഈ ഭൂമിൻ്റെ ഉൾഭാഗങ്ങളെക്കുറിച്ചൊക്കെ ഡയറക്റ്റായിട്ട് മനുഷ്യർക്ക് അറിയാനുള്ള യാതൊരു വഴിയില്ല. പിന്നെന്താ ചെയ്യുക? ദ നോളേജ് അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് ഈസ് ബേസ്ഡ് ഓൺ ദ സയൻറ്റിഫിക് സ്റ്റഡീസ് ആൻഡ് കൺക്ലൂഷൻ. അതായത് ഇങ്ങനെയുള്ള ഭൂമിൻ്റെ ഏറ്റവും ഉൾഭാഗത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചില സയൻറ്റിഫിക് സ്റ്റഡീസൊക്കെ നടത്തേണ്ടതുണ്ട്. ഇനി ഇവിടുത്തെ ചോദ്യമാണ്, ഹൗ കുഡ് വി കളക്ട് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്. അതായത് നമ്മുടെ എർത്തിൻ്റെ ഉൾവശത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇൻഫോർമേഷനൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. എങ്ങനെയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം ഇൻഫോർമേഷൻ? അതാണ് താഴെ കൊടുത്തിരിക്കുന്നത് ആൻസർ കീ. നോക്കിക്കേ. ബൈ എക്സാമിങ് മെറ്റീരിയൽ ദാറ്റ് റീച്ച് ദ എർത്ത് സർഫസ് ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻ. അതായത് അഗ്നിപർവ്വതമൊക്കെ ഇങ്ങനെ സ്ഫോടനമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറേയൊക്കെ എന്ത് ചെയ്യും? ഈ ഭൂമിൻ്റെ ഉൾവശത്തുള്ളത് പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്നതിൻ്റെ, അതായത് ചില പാറകളുടെ കഷ്ണവും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ എന്ത് ചെയ്യുക? അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡീസ് നടത്തുമ്പോൾ നമുക്ക് ഈ എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് കുറച്ചൊരു നോളേജ് ലഭിക്കും. ഇനി രണ്ടാമത്തേതാണ് ഫ്രം ദ ഇൻഫോർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ്. മൈൻസ് എന്ന് പറഞ്ഞാൽ ഗണിക്കുമ്പോൾ എന്തെങ്കിലും സ്വർണം കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഖനനം നടത്തുമ്പോൾ അവിടുന്ന് ഇതേപോലെ തന്നെ എന്ത് ലഭിക്കും? ഇതേപോലെ തന്നെ കുറച്ച് ഇൻഫോർമേഷൻസ് നമുക്ക് ലഭിക്കും. പിന്നെ മൂന്നാമത്തെ പോയിൻ്റാണ് ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് ദ വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത് ക്വേക്ക്. എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ വേവ്സിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വേവ്സിൻ്റെ ഒരു മോഷൻ അനലൈസ് ചെയ്യുമ്പോൾ ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക്, കുറച്ച് വിവരങ്ങൾ എർത്ത് ഇൻറ്റീരിയറിനെ കുറിച്ച് നമുക്ക് ലഭിക്കും. ഇനി ബി ചോദ്യമാണ്, വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ദ ക്രസ്റ്റ്. ക്രസ്റ്റിനെ കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് ചോദ്യം. നോക്കിക്കേ. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിൻ്റെ ഏത് പാർട്ടായിരുന്നു? ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാർട്ടായിരുന്നു. അതായത് ഏറ്റവും പുറംപാളിയാണ് ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതറിയാലോ. ഏറ്റവും ഉള്ളിലത്തെ ഭാഗം കോർ, ഈ നടുവിലത്തെ ഭാഗമാണ് മാൻറ്റിൽ എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇനി ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എ ആണ്, ദ ക്രസ്റ്റ് ഹാസ് 2 പാർട്ട്, നെയിംലി കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യനിക് ക്രസ്റ്റ്. ബി, ഇറ്റ് ഈസ് ഫോംഡ് ബൈ അയേൺ ആൻഡ് നിക്കൽ. C, it has 2 parts, namely lithosphere and asthenosphere. D, the lithosphere is the outermost rocky part of the earth. അപ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. എയും ആൻഡ് ഡി. ഓക്കെ, എ ആൻഡ് ഡി ആണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ഏറ്റവും ഡിയിലാണ് കറക്റ്റ്. ഇനി അടുത്ത സി ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് കോൾഡ്. ഞാൻ നേരത്തെ പറഞ്ഞു എർത്തിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിനെ പറയുന്ന പേരെന്തായിരുന്നു? ക്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ആക്ടിവിറ്റി 2 ആണ്, ദ പ്രസൻസ് ഓഫ് ഓസോൺ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട് ദ എർത്ത് ബൈ ബ്ലോക്കിംഗ് ഹാംഫുൾ അൾട്രാ വയലറ്റ് റേസ്. അതായത് നമ്മളുടെ ഭൂമിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? ഓസോൺ ഗ്യാസ് ഉണ്ട്. ഓസോൺ ഗ്യാസ് എന്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് എത്തുന്ന ഹാംഫുൾ ആയിട്ടുള്ള രശ്മികൾ, അതായത് അൾട്രാ വയലറ്റ് റേസ് ഒക്കെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് അത് തടയുന്നുണ്ട്. The September 16 is observed as World Ozone Day. സെപ്റ്റംബർ 16 എന്ന് പറയുന്നത് വേൾഡ് ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. It was declared as Ozone Layer Protection Day by the
യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി ഇൻ 1988. അതായത് അതെന്തിനു വേണ്ടിയിട്ടാണ്? ഓസോൺ ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി 1988 അത് അങ്ങനെ ആചരിക്കുന്നത്. ഇനി ഇവിടുത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ ഹാംഫുൾ എഫക്റ്റ് ഓഫ് അൾട്രാ വയലറ്റ് റേസ് ഓൺ എർത്ത്? അതായത് ഭൂമിയിലേക്ക് ഇപ്പോൾ അൾട്രാ വയലറ്റ് റേസ് എത്തുകയാണെങ്കിൽ അത് ഭൂമിക്ക് എന്തൊക്കെ ഹാംഫുൾ ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത്? അവിടെ ആൻസർ നോക്കിക്കേ, 2A എന്ന് കൊടുത്തിട്ടുണ്ട്. കൊളാപ്സ് ഓഫ് ഫുഡ് ചെയിൻ, അതായത് ഫുഡ് ചെയിൻ്റെ നാശം സംഭവിക്കുന്നുണ്ട്. പിന്നെ ക്രോപ്പ് ഡാമേജ് അല്ലേ, ക്രോപ്പുകളൊക്കെ ഡാമേജ് ആവും. പിന്നെ സ്റ്റണ്ടിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, അതായത് വളർച്ച മുരടിച്ചു പോവും ഈ പ്ലാന്റ് ഗ്രോത്തിൻ്റെ. പിന്നെ ഏർലി ഏജിങ് സംഭവിക്കും. ബ്ലൈൻഡ്നെസ് അല്ലേ, കണ്ണ് കാഴ്ചയില്ലാതാവും. പിന്നെ കൺട്രാക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? തിമിരം പോലെ സംഭവിക്കും. പിന്നെ സ്കിൻ ക്യാൻസർ വരും. അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങളാണ് ഉണ്ടാവുക ഈ അൾട്രാ വയലറ്റ് റേസ് നമ്മളുടെ ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്കാണ് ലഭിക്കുന്നത്. ഇനി ബി ചോദ്യമാണ്, വിച്ച് ഡേയ്സ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഓസോൺ ഡേ? വേൾഡ് ഓസോൺ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. എന്താണ്? സെപ്റ്റംബർ 16 നമ്മൾ വേൾഡ് ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി ആക്ടിവിറ്റി 3 ആണ്. സബ് കോണ്ടിനെൻറ്റ്സ് ആർ ദ ലാർജ് കോണ്ടിനെൻ്റൽ ഏരിയ വിത്ത് ദ സെയിം വെറൈറ്റി ഓഫ് ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ക്ലൈമറ്റ് ആസ് കോണ്ടിനെൻറ്റ്സ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യമാണ്, ഹൗ ക്യാൻ വി ക്ലാസിഫൈ ദ ടോപ്പോഗ്രാഫി ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ടോപ്പോഗ്രാഫി നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് എന്ത് പറയാം? മൗണ്ടെയിൻ റേഞ്ച്, അതേപോലെ വാസ്റ്റ് പ്ലെയിൻ, ഡെസേർട്ട് റീജിയൻ, പ്ലാറ്റ്യൂസ്, കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ഐലൻഡ്സ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ടോപ്പോഗ്രഫി ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ബി ചോദ്യമാണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ക്ലൈമറ്റ്സ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ദ ലാറ്റിറ്റ്യൂഡ്, ദ ആൾട്ടിറ്റ്യൂഡ്, പിന്നെ ഫിസിയോഗ്രഫി, പ്രോക്സിമിറ്റി ടു ഓഷൻ, പിന്നെന്താണ് വിൻഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ക്ലൈമറ്റിനെ, കാലാവസ്ഥയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 4. ദ ഗ്രീൻ റവല്യൂഷൻ വാസ് എ പ്രോഗ്രാം ദാറ്റ് മാസീവ്ലി ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് യൂസിങ് ഹൈ ഈൽഡിംഗ് സീഡ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്, ന്യൂ ടെക്നോളജി, ലോൺ അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് സയൻറ്റിഫിക് ഇറിഗേഷൻ. അതായത് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു പ്രോഗ്രാമാണ്. അത് എന്തിനാണ്? മാസീവായിട്ട് നമുക്ക് ഫുഡ് പ്രൊഡക്ഷനൊക്കെ ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നല്ല ഹൈ ഈൽഡുള്ള ക്രോപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, അതേപോലെ പുതിയ പുതിയ ടെക്നോളജി, ഈ ഫാമേഴ്സിന് പുതിയ പുതിയ ടെക്നോളജീസ്, അതേപോലെ എന്താണ് ലോൺസ് അല്ലേ, കുറഞ്ഞ ഇൻട്രസ്റ്റിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ സയൻറ്റിഫിക് ഇറിഗേഷൻ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു ചെറിയൊരു പ്രോഗ്രാമാണ് ഈ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യമാണ്, ലിസ്റ്റ് എനി 2 അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ്റെ 2 അഡ്വാൻറ്റേജും അതേപോലെ ഡിസ്അഡ്വാൻറ്റേജും എഴുതാനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് നമുക്ക് ആദ്യം ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് പറയാം. ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് ഗ്രെയിൻസിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് കൂടിയിട്ടുണ്ട്. പിന്നെ എൻഷ്യൂർ സെൽഫ് സഫിഷ്യൻ്റ് ഇൻ ഫുഡിൻ്റെ സെൽഫ് സഫിഷ്യൻസ് ഒക്കെ എൻഷ്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ദ പ്രൈസ് ഓഫ് ദ ഫുഡ് ഗ്രെയിൻ ഡ്രോപ്ഡ്, ഫുഡ് ഗ്രെയിൻസിൻ്റെ ഒക്കെ പൈസ വളരെ കുറഞ്ഞു വന്നു. ദ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻ ഡിക്ലൈൻഡ്. പിന്നെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ് ഡ്രാസ്റ്റിക്കലി. അതായത് നല്ലതുപോലെ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ, പിന്നെ ഭൂമിക്കടിയിലുള്ള വെള്ളത്തിൻ്റെ അളവ് എന്തായി കുറഞ്ഞു വരാൻ തുടങ്ങി. പിന്നെ എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ് റെഡ്യൂസ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. അതായത് നല്ലതുപോലെ ഇങ്ങനത്തെ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മണ്ണിൻ്റെ ഒരു ഫെർട്ടിലിറ്റി, നാച്ചുറൽ ഫെർട്ടിലിറ്റി കുറഞ്ഞു വരാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും പോയിന്റ് നിങ്ങൾ അവിടെ എഴുതി വെക്കുക. ഇനി ബി ചോദ്യം നോക്കാം. Central and state government are implementing many poverty alleviation schemes to eradicate the prevailing poverty in our country. Write name of any two such project and their objectives. അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ നമ്മളുടെ രാജ്യത്തിൽ നിന്ന്
പോവർട്ടി എന്ന് വെച്ചാൽ ദാരിദ്ര്യമൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യാനും, അതായത് ഇല്ലാതാക്കാൻ വേണ്ടി കുറേ പ്രോഗ്രാംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഏതെങ്കിലും അങ്ങനത്തെ ഒരു പ്രൊജക്റ്റിൻ്റെ 2 പേരുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്താണെന്ന് എഴുതണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, കുറച്ച് സ്കീമുകളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. അതെന്തിനു വേണ്ടിയിട്ടാണ്? അഡൽട്ട് വിത്ത് ലോ ഇൻകം റിസീവ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇൻകം. ഓക്കെ, അതായത് ലോ ഇൻകം ഉള്ള അഡൽട്ടിനാണ് ഇത് റിസീവ് ചെയ്യുന്നത്. അതേപോലെ കുറേ പറഞ്ഞിട്ടുണ്ട്. പ്രധാൻ മന്ത്രി റോസ്ഗാർ യോജന, പിന്നെ ലൈഫ് സ്പാൻ ദാറ്റ് ടു പ്രൊവൈഡ് ലൈവ്ലിഹുഡ് ടു ഡിപ്പെൻഡ്സ് ഓഫ് വിക്ടിം ഓഫ് ക്രൈം ഹു വാസ് സഫറിങ് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ്. അതേപോലെ എന്താണ് PM പോഷൻ, അതായത് മിഡ് ഡേ മീൽ സ്കീം ഫോർ 1st to 8th grade സ്കൂൾ ചിൽഡ്രൻസ്. അത് നമ്മളുടെ സ്കൂളുകളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്താണ് 1 മുതൽ 8 വരെ ഉള്ള ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഒന്ന് 6ാമത്തതിലെ PM പോഷൻ, അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് മിഡ് ഡേ മീൽ സ്കീം. ഓക്കെ, അത് എഴുതാം. അതേപോലെ തന്നെ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി C ചോദ്യമാണ്, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ? ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. ഇനി അടുത്തത് 5ാമത്തെ ആക്ടിവിറ്റിയാണ്. മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ആർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. അതായത് നമ്മളുടെ ഇന്ത്യയിലത്തെ ജനങ്ങൾ മിക്കതും അഗ്രികൾച്ചറിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ചെയ്യുന്നവരാണ്. എവറി ക്രോപ്പ് ഹാസ് സെർട്ടൻ പീരീഡ് ഫോർ സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ്. എല്ലാ ക്രോപ്പിനും തന്നെ അതിൻ്റേതായിട്ടുള്ള ഓരോരോ പീരീഡ് ഉണ്ട്. അത് ഹാർവെസ്റ്റ് ചെയ്യാൻ, വിളവെടുക്കാനും അതേപോലെ തന്നെ അത് വിതയാനൊക്കെ ഓരോരോ ടൈമുണ്ട്, ഒരു ടൈം പീരീഡ് ഉണ്ട്. ദർ ആർ മെയിൻലി 3 അഗ്രികൾച്ചർ സീസൺ ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ മെയിനായിട്ട് 3 അഗ്രികൾച്ചർ സീസണാണുള്ളത്. അപ്പോൾ അത് താഴെ തന്നിരിക്കുന്ന ഈ ഒരു ടേബിളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അഗ്രികൾച്ചർ സീസൺ, ഖാരിഫ്, റാബി, പിന്നെ ഏതാണ് വരുന്നത്? സൈദ് എന്ന് പറയും. പിന്നെ ഖാരിഫിൻ്റെ സീസൺ എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ആണ്. റാബി സീസൺ എപ്പോഴാണ് വരുന്നത്? ഒക്ടോബർ നവംബറിലാണ് വരുന്നത്. പിന്നെ സെയ്ദ് ആ സീസൺ സമ്മറിലുമാണ് വരുന്നത്. ഇനി ഏതൊക്കെ ക്രോപ്പാണ് ഏതൊക്കെ ഈ അഗ്രികൾച്ചർ സീസണിൽ നോക്കാം. ഖാരിഫിലുള്ള ക്രോപ്സാണ് പാഡി, കോട്ടൺ, ജൂട്ട്, ജോവർ, ബജ്റ ഇതൊക്കെ. ഇനി റാബിയിലുള്ള പിന്നെ ക്രോപ്സാണ് ഏതൊക്കെ വരുന്നത്? വീറ്റ്, പൾസസ്, മസ്റ്റാർഡൊക്കെ. ഇനി സെയ്ദിൽ വരുന്ന ക്രോപ്സാണ് വാട്ടർ ലെമൺ, കുക്കുംബർ, വെജിറ്റബിൾ, കാറ്റിൽ ഫീഡ് ക്രോപ്സ് ഒക്കെ. അപ്പോൾ അതിൻ്റെ ആൻസറാണ് തൊട്ട് താഴെ 5A എന്ന് പറഞ്ഞിട്ടുള്ള ABCD ആയിട്ട് കൊടുത്തത്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളുടെ ആൻസേഴ്സൊക്കെ കറക്റ്റാണോ. ഇനി ഇവിടുത്തെ B ചോദ്യമാണ്, മാർക്ക് ദ സ്റ്റേറ്റ് ദാറ്റ് കൾട്ടിവേറ്റ് വീറ്റ് ഇൻ ദ മാപ്പ് ഗിവൺ ബിലോ. ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. അതിൽ വീറ്റ്, ഗോതമ്പ് എവിടെയൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഏതൊക്കെ സ്റ്റേറ്റിലാണ് വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ സ്റ്റേറ്റിലാണ്? ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് തരുന്ന മാപ്പിൽ നിങ്ങൾ അടയാളപ്പെടുത്തുക. ഇനി അടുത്ത ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 6. ഗാന്ധിജി ബിലീവ്ഡ് ദാറ്റ് ദ സോൾ ഓഫ് ഇന്ത്യ റിസൈഡ് ഇൻ ദ വില്ലേജസ് ആൻഡ് ഓൺലി ത്രൂ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ വില്ലേജസ് ദ പ്രോഗ്രസ് ഓഫ് ദ കൺട്രി ക്യാൻ ബി അറ്റൈൻഡ്. ഇനി ഇവിടുത്തെ ചോദ്യമാണ്, ലിസ്റ്റ് ഗാന്ധിജീസ് വ്യൂസ് ഓൺ വില്ലേജ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ വില്ലേജ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഗാന്ധിജിൻ്റെ വ്യൂസ് എന്തൊക്കെയാണ്, കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? അപ്പോൾ അതാണ് ഇവിടെ ആൻസറായിട്ട് കൊടുത്തത്. 6A എന്ന് കണ്ടില്ലേ, അതാണ് ആൻസർ. നോക്കിക്കേ, വില്ലേജസ് ഷുഡ് ബിക്കം ഫുള്ളി സെൽഫ് ഗവേണിംഗ് റിപ്പബ്ലിക്. അതേപോലെ എന്നിട്ട് ഓരോരോ പോയിൻ്റാണ്. അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ കാറ്ററിംഗ് ടു മേജർ നീഡ്സ് ഓഫ് വില്ലേജസ്. അതേപോലെ മ്യൂച്വൽ അസിസ്റ്റൻസ് വിത്ത് അതേഴ്സ് ഷുഡ് only happen when it is absolutely necessary. പിന്നെ the primary focus of villages should be on increasing food production and cotton cultivation of cloth. പിന്നെ villages should have a designated area for livestock. പിന്നെ there should be recreational facilities and entertainment for both adult and children. പിന്നെ ലാസ്റ്റ് പോയിൻ്റാണ്, ലാൻഡ് ഷുഡ് ബി യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ കൾട്ടിവേഷൻ ആൻഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 4 നിങ്ങൾ എഴുതിയാൽ മതി.
ഇനി അടുത്ത ബി ചോദ്യമാണ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡീസെൻട്രലൈസേഷൻ? ഡീസെൻട്രലൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ആൻസറായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം, ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെൻറ്റ്, ഡെവലപ്മെൻറ്റൽ നീഡ് ഗെറ്റ് പ്രയോറിറ്റൈസ്ഡ്. പിന്നെ മൂന്നാമത്തെ പോയിൻ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ലോക്കൽ എക്കണോമി. പിന്നെ നാലാമത്തത് മാർജിനലൈസ്ഡ് ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. ഇനി ലാസ്റ്റ് പോയിൻ്റ് കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, സി ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ ബൽവെട്രൽ മെഹ്ത്ത കമ്മിറ്റി വിച്ച് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് പഞ്ചായത്തി രാജ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ? അപ്പോൾ ഇവിടെ എന്താണ് ആൻസറായിട്ട് വരുന്നത്? ഏത് സ്റ്റേറ്റാണ്? രാജസ്ഥാനാണ്. ഇനി അടുത്തത് ആക്ടിവിറ്റി 7 നോക്കാം. മാപ്സ് ആർ എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് വി യൂസ് ഡിഫറെൻറ്റ് മാപ്പ് ഫോർ a variety of purpose in our daily life. We use everything from printed map on paper to digitally prepared map. അതായത് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാപ്പ് എന്ന് പറയുന്നതൊരു ഇൻഫോർമേഷൻ സോഴ്സ് തന്നെയാണ്. നമ്മൾ മാപ്പ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് പ്രിൻറ്റഡ് മാപ്പുണ്ട്, അതേപോലെ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുള്ള മാപ്പുകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചോദ്യമാണ്, some important features of globes and maps are given below. Classify and list them as a feature of globe and feature of map. അതായത് താഴെ കുറച്ച് പോയിന്റിൽ തന്നിരിക്കുന്നത് ഗ്ലോബ്സിൻ്റെയും അതേപോലെ മാപ്സിൻ്റെയും ചില ഫീച്ചേഴ്സാണ്. അപ്പം നമ്മളോട് ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഗ്ലോബ്സിൻ്റേത് അതേപോലെ മാപ്പും ക്ലാസിഫൈ ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ആൻസറായിട്ട്? അപ്പോൾ ആ പോയിന്റുകളൊക്കെ നന്നായിട്ട് വായിച്ച ശേഷം ഇതേപോലെ ആയിരിക്കും ഗ്ലോബിൻ്റെയും മാപ്പിൻ്റെയും ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഗ്ലോബിൽ എ റിയൽ മോഡൽ ഓഫ് ദ എർത്ത് ആണ്. എർത്തിൻ്റെ അതേ രൂപമുള്ളതാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഇനി പിന്നെ സ്പെരിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ ഒരു സ്പെരിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഗ്ലോബ് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഗ്ലോബ്? അപ്പോൾ പിന്നെ മൂന്നാമത്തെ പോയിൻ്റാണ്, ഗിവ് എ കോംപ്രഹെൻസീവ് വിഷ്വൽ സെൻസ് ഓഫ് ദ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇല്ലുസ്ട്രേറ്റഡ് കംപ്ലീറ്റ്ലി. ഓക്കെ, നമുക്ക് ഒരു എർത്തിൻ്റെ ഒരു വിഷ്വലൈസ്ഡ് സെൻസ് തന്നെ ഈ ഒരു ഗ്ലോബിലൂടെ കിട്ടാറുണ്ട്. പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് സെമി സർക്കിൾ ആൻഡ് ലാറ്റിറ്റ്യൂഡൽ ലൈൻ ആർ ഇല്ലുസ്ട്രേറ്റഡ് ആർ കോൺസെൻട്രിക് സർക്കിൾ. അതായത് പിന്നെ ലോഞ്ചിറ്റ്യൂഡൽ ലൈന് സെമി സർക്കിളായിട്ട് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പിന്നെന്താണ് ലാറ്റിറ്റ്യൂഡൽ ലൈന് കോൺസെൻട്രിക് സർക്കിളായിട്ട് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ ഗ്ലോബിൽ സാധ്യമാകും. ഇനി മാപ്പിനെ കുറിച്ചാണ്. 2 ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദ എർത്ത്. മാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പേപ്പറിലാണ് അല്ലേ ഉണ്ടാവുക, ഒരു പേപ്പർ ഷീറ്റിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിന് ഒരു 2 ഡയമെൻഷനിൽ മാത്രമേ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ പോയിൻ്റാണ്, റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വോൾ എർത്ത് ഓർ എ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫസ്. ഒരു പ്ലെയിൻ സർഫസിൽ നമുക്ക് എർത്തിൻ്റെ മുഴുവനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം റെപ്രസെൻറ്റ് ചെയ്യാനോ ആണ് പറ്റുക. പിന്നെ മൂന്നാമത്തെ പോയിൻ്റ്, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇവിടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ തന്നെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. പക്ഷേങ്കിൽ ഗ്ലോബിൽ അങ്ങനെയല്ല, നമുക്ക് നല്ല രീതിയിൽ തന്നെ അല്ലേ എർത്ത് പോലെ ഒരു സ്പെരിക്കൽ ഷേപ്പിൽ തന്നെ കിട്ടുന്നത് കൊണ്ട് അത് കറക്റ്റ് സെമി സർക്കിളായിട്ടും അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റിക് സർക്കിളായിട്ടും നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ മാപ്പിൽ അങ്ങനെയല്ല, നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒരു പ്ലെയിനിലേ നമുക്കിതൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ലാസ്റ്റ് പോയിൻ്റാണ്, വെരി യൂസ്ഫുൾ ഫോർ കളക്ടിങ് ഇൻഫോർമേഷൻ ഓഫ് എ സ്പെസിഫിക് പ്ലേസ് ആൻഡ് ഫോർ പ്ലാനിങ് ദ റൂട്ട് ഫോർ എ ട്രിപ്പ്. അതായത് ഇത് എന്തിനാണ് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കുന്നത്? നമുക്ക് ഒരു സ്ഥലത്തിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേസിൻ്റെ ഇൻഫോർമേഷൻസൊക്കെ കളക്ട് ചെയ്യാനോ, ഒരു ഇന്ന സ്ഥലം ആ ഒരു സ്ഥലത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇതേപോലൊരു മാപ്പിന്ന് ലഭിക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ എന്തെങ്കിലും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പം അതിൻ്റെ റൂട്ടൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു മാപ്പിന്ന് ലഭ്യമാകും. ഓക്കെ,
ഇനി അടുത്ത ബി ചോദ്യമാണ്. ഇൻ വിച്ച് പീരീഡ് വാസ് ദ ഓൾഡസ്റ്റ് നോൺ മാപ്പ് മെയ്ഡ്? ഏത് പീരീഡാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മാപ്പ് നിർമ്മിച്ചിട്ടുള്ളത്? ഏതാണ്? BC 2500-ലാണോ? ഇനി BC 4000-ലാണോ? BC 3000-ലാണോ? എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. BC 2500-ലാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മാപ്പ് നിർമ്മിക്കപ്പെട്ടത്. ഇനി ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. ഫുഡ് സെക്യൂരിറ്റി മീൻസ് എൻഷുറിങ് ദാറ്റ് എവ്രി വൺ ഇൻ എ കമ്മ്യൂണിറ്റി always has access to adequate amount of safe nutritious food and the condition necessary to obtain it. അതായത് ഫുഡ് സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കമ്മ്യൂണിറ്റിയിലെ എല്ലാവർക്കും തന്നെ ആവശ്യത്തിനുള്ള നല്ല ഭക്ഷണം, ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ നല്ല സേഫാണ് എന്നുള്ളത് കൊണ്ടാണ് അർത്ഥമാക്കുന്നത്, ഫുഡ് സെക്യൂരിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. Through we are trying to ensure food security through increased food production and streamlined public distribution system, we are still facing some challenges. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും എല്ലാവർക്കും ഈ ഒരു ഇങ്ങനത്തെ സ്കീമൊക്കെ കൊണ്ടുവന്ന് വന്നാൽ പോലും എങ്കിലും നമ്മൾ കുറേ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. വൈ കാൺ വി എൻഷുർ ഫുഡ് സെക്യൂരിറ്റി? എന്തുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ എല്ലാവർക്കും ഈ ഒരു ഫുഡ് സെക്യൂരിറ്റി അങ്ങോട്ട് മുഴുവനായിട്ടായിട്ട് കൊണ്ടുവരാൻ സാധ്യമാവാത്തത്? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇവിടെ നോക്കിക്കേ, 8A എന്നുള്ളത് പോപ്പുലേഷൻ ഗ്രോത്ത്. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യ വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്നും ഈ ഒരു ഫുഡ് സെക്യൂരിറ്റി സാധ്യമാക്കാൻ വരില്ല. അതാണ് ഏറ്റവും വലിയൊരു നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ചലഞ്ച് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അഗ്രികൾച്ചർ. അതായത് അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ലായ്മ. പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റർ, കുറേ ഡിസാസ്റ്റേഴ്സൊക്കെ ഉണ്ട്, ഭൂകമ്പം അതേപോലെ അങ്ങനത്തെ കലാമിറ്റീസൊക്കെ വരുന്നത്. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ. പിന്നെ അതേപോലെ ആബ്സെൻസ് ഓഫ് സബ്സിഡീസ്, സബ്സിഡി ഇല്ലാതിരിക്കുക. പിന്നെ എന്താ ലാസ്റ്റ് പോയിൻ്റ്, വാർ, യുദ്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ഫേസ് ചെയ്യുന്ന ഫുഡ് സെക്യൂരിറ്റിയിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത്. ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടുത്തെ ബി ചോദ്യമാണ്. വിച്ച് ആർ ദ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഗ്രെയിൻസ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്? ഫൈൻഡ് മോർ ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. അപ്പോൾ ഏതൊക്കെയാണ്? ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്, സിവിൽ സപ്ലൈസ്, പിന്നെ നീതി സ്റ്റോർ. പിന്നെ ആൻസറായിട്ട് നമുക്ക് ബാക്കി പോയിൻ്റൊക്കെ എന്തൊക്കെ പറയാം? ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നെന്മ സ്റ്റോർ, മാവേലി സ്റ്റോർ, ഹോർട്ടിക്രോപ്പ്. അപ്പോൾ ഇതിലേതെങ്കിലും 4 എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മളുടെ ഫുഡ് ഗ്രെയിൻസൊക്കെ സബ്സിഡൈഡ് അല്ലെങ്കിൽ സബ്സിഡികളായിട്ട് അതിൽ ആ ഒരു സബ്സിഡി റേറ്റിൽ നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ 8 ആക്ടിവിറ്റി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും തന്നെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്